നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 53. ജയ് സുചിത്രയൊന്ന് നോക്കി. അവൾക്ക് ആ നോട്ടം തന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. സോറി മാഡം, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇത്രയും വലിയ ഒരാളാണെന്ന്. ജയുടെ ആദ്യ മറുപടിയിൽ സുചിത്ര ഒരു സംശയം പ്രകടിപ്പിച്ചു. അല്ല മാഡം, എൻ്റെ ജോലിയെക്കുറിച്ചും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ മാഡത്തിൻ്റെ റേഞ്ച് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. അതുകൊണ്ടാണ് ഞാൻ മാഡം എന്ന് തന്നെ വിളിച്ചത്. സുചിത്രയ്ക്ക് മുഖത്തൊരു പുച്ഛഭാവം തെളിഞ്ഞു. മാഡം, 3 പെൺമക്കളുള്ള ഒരമ്മയുടെ ആദി, അതെനിക്ക് മനസ്സിലാവും. ഒരു പരിചയമില്ലാത്തൊരുത്തൻ പെട്ടെന്ന് കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ ഏതൊരമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരാദി, അത് മാഡത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിലെനിക്ക് മാഡത്തിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അതൊരു ന്യായമായ പേടി തന്നെയാണ്. പെട്ടെന്ന് ഒരു പരിചയമില്ലാത്തൊരുത്തനെ ഭർത്താവ് സ്വന്തം മോനായി കാണണമെന്നൊക്കെ പറഞ്ഞാൽ ഏതൊരമ്മയ്ക്കും, അതായത് പെൺമക്കളുള്ള ഏതൊരമ്മയ്ക്കും ഉണ്ടാവുന്ന ആദി തന്നെയാണ് മാഡത്തിനുണ്ടായത്. പക്ഷേ അതിനെൻ്റെ ജോലിയെക്കുറിച്ചും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനെക്കുറിച്ചും പാവപ്പെട്ട എൻ്റെ ജീവിതത്തെക്കുറിച്ചും അങ്ങ് പുച്ഛി തള്ളേണ്ട ആവശ്യം എന്താണ് മാഡം? ജയ് ആ ചോദ്യം ചോദിച്ചത് സുചിത്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മാഡം, ഒരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ. പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നോ വ്യത്യാസത്തിലല്ല ഒരു വ്യക്തിയുടെ സ്വഭാവം കിടക്കുന്നത്. അതായത് പണക്കാരായാൽ അവർ തെറ്റ് ചെയ്യില്ല, അവർക്ക് നല്ല സ്വഭാവമാണ് എന്നർത്ഥമുണ്ടോ? പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ടവരായത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ കൂടി ഞാൻ ഇന്ന് വരെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി ജീവിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരാളുടെ മുന്നിലും എൻ്റെ ആത്മാഭിമാനം പണയം വെക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. അതിലെനിക്ക് അഭിമാനമാണുള്ളത്. അല്ലാതെ മാഡം പറയുന്ന പോലെയല്ല. പിന്നെ മാഡം എൻ്റെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞു, സൂപ്പർ മാർക്കറ്റിലെ ജോലി. മാഡം, എൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കുന്നത് ആ ജോലി കൊണ്ടാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ധരിക്കുന്നതും ഒക്കെ ആ ജോലി കൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ജോലി എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ പണിയെടുക്കാനുള്ളത് കൊണ്ടാണ് മാഡം നിങ്ങളെപ്പോലുള്ള മുതലാളിമാർ അങ്ങ് ഇരിക്കുന്നു പോകുന്നത്. അപ്പോൾ പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു മാന്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും മാഡം. ജയ് വീണ്ടും പറഞ്ഞു. സുചിത്രയ്ക്ക് ജയുടെ വാക്കുകൾ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖം ചുവന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. എനിക്ക് 4 പെങ്ങന്മാരാണ് ഉള്ളത്. 15-ാം വയസ്സിൽ ആ പെങ്ങന്മാരെ പോറ്റാൻ വേണ്ടി അവർ പട്ടിണി കിടക്കണ്ട എന്നോർത്തിട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങിയവനാണ്. ആ ജോലി ഇന്ന് വരെ ഞാൻ അതുപോലെ ചെയ്തു പോകുന്നുണ്ട്. ഇന്ന് വരെ അവരെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യതയിൽ ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് മാഡത്തിന് എൻ്റെ കാര്യത്തിൽ ആ ഒരു ടെൻഷൻ വേണ്ട. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാണ് ഞാനെന്ന് ചിന്തിക്കേണ്ട ആവശ്യം മാഡത്തിനില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പണക്കാരി പെണ്ണിനെ കറക്കിയെടുത്ത് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് പാവപ്പെട്ട ചെറുപ്പക്കാരുടെ എന്താ പറയുക ഒരടവാണെന്നൊക്കെ മാഡം ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ മാഡത്തിന് പാവപ്പെട്ട കുടുംബത്തിലുള്ള ചെറുപ്പക്കാരെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്കെങ്കിൽ മീനുവിനെ കറക്കിയെടുക്കുന്നതിന് പകരം മാഡത്തിൻ്റെ മകളെയോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഉള്ള ചെറിയ വല്ല പെൺപിള്ളേരെയും കറക്കിയെടുത്താൽ പോരെ. അല്ലാതെ എന്നേക്കാളും പ്രായം ചെന്ന 2ാം കെട്ടുകാരെ കറക്കേണ്ട ആവശ്യം എന്തായിരുന്നു മാഡം? ജയുടെ ചോദ്യത്തിന് മുന്നിൽ സുചിത്ര അല്പമൊന്ന് പതറി. പിന്നെ എനിക്ക് ഈ കുടുംബത്തിലെ സ്വത്തോ നിങ്ങളീ പറയുന്ന
ഒന്നും സ്ഥാനങ്ങളോ മാനോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ സന്തോഷിക്കുന്നവനാണ്. എനിക്കില്ലാത്തതിനെക്കുറിച്ചോർത്ത് ഞാൻ സങ്കടപ്പെടാറില്ല. ഞാൻ ഉള്ളതിൽ അഭിമാനിക്കുന്നവനാണ്. മീനുവിൻ്റെ ഭർത്താവാണെന്ന കാര്യം പബ്ലിക്കായിട്ട് വിളിച്ച് പറയാതിരിക്കുന്നത് അതെൻ്റെ ക്വാളിറ്റി ആയിട്ട് കാണാം. അല്ലെങ്കിൽ ഇതുപോലൊരു കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് എനിക്ക് ധൈര്യമായിട്ടത് പറഞ്ഞ് നടക്കാമല്ലോ. അത് ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ എല്ലാം അങ്ങ് അടിച്ചേൽപ്പിക്കരുത് പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ്. മാഡത്തിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതും പറഞ്ഞ് ജയ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. അപ്രതീക്ഷിതമായി അവൻ പറഞ്ഞ ഒരു കാര്യത്തിനും മറുപടി പറയാനാവാതെ സുചിത്ര അവിടെ അങ്ങ് നിന്നു. പക്ഷേ അവളുടെ മുഖം നന്നായി ചുവന്നിരുന്നു ദേഷ്യം കൊണ്ട്. കാരണം സുചിത്രയ്ക്ക് ഇതുവരെയുള്ള അറിവ് ജയ് ശാന്ത സ്വഭാവക്കാരനാണ്. അങ്ങനെയുള്ളവൻ തിരിച്ച് മറുപടി പറയുമെന്ന് സുചിത്ര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ജയുടെ വാക്കുകൾ സുചിത്രയ്ക്ക് ദേഷ്യവും അപമാനവും നൽകി. ജയ് പെട്ടെന്ന് തന്നെ ആഘോഷത്തിലേക്ക് കയറി ചെന്നു. കുട്ടികളും ബന്ധുക്കളുമായി അവിടെ ആ ബർത്ത്ഡേ ആഘോഷം നന്നായി നടക്കുകയാണ്. പിന്നീട് സുചിത്രയുടെ തിരിഞ്ഞു നോക്കാതെ ആ ആഘോഷത്തിലേക്കായി ജയ് കലർന്നു നിന്നു. ആ ആഘോഷത്തിലേക്ക് പങ്കുചേരാൻ സുചിത്രയും കടന്നു വന്നു. എല്ലാവരും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമായിരുന്നു. അപ്പോഴാണ് സുചിത്രയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ കാഴ്ച കൂടി സുചിത്ര കണ്ടത്. വല്യേട്ടൻ ജയ്യെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുന്നു. അവൻ്റെ കവളിൽ ഉമ്മ നൽകുന്നു. അവൻ്റെ മുഖം നോക്കി തലയിടുന്നു. ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് പോലെ വല്യേട്ടൻ അവനെ തലോടുന്നത് കണ്ടപ്പോൾ സുചിത്രയ്ക്ക് തീരെ സഹിച്ചില്ല. എന്തൊക്കെ ഈ മനുഷ്യൻ കാണിക്കുന്നത്, എനിക്കിവനെ കാണുമ്പോൾ തന്നെ. സുചിത്ര പിറുപിറുത്തു. തൻ്റെ ദേഷ്യം എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണമെന്ന് സുചിത്രയ്ക്ക് തോന്നി. അങ്ങനെ അവൻ വല്യേട്ടൻ്റെ അടുത്തിലേക്ക് ചെല്ലാമെന്ന് കരുതി. പെട്ടെന്നാണ് ദീപയുടെ കടന്നു വരവ്. ആ, ഇവിടെ നിൽക്കായിരുന്നു, ഞാൻ എവിടേക്കാ നോക്കി. എന്താ, എന്തു പറ്റി? മുഖക്കാകെ ചുവന്നിരിക്കുന്നല്ലോ, എന്തു പറ്റി? വല്ലാണ്ട് ദേഷ്യപ്പെട്ട പോലെ. നീ എന്താ അവനെക്കുറിച്ച് പറഞ്ഞേ? ആരെക്കുറിച്ച്? ദീപ ചോദിച്ചു. മീനുവിൻ്റെ ഭർത്താവിനെക്കുറിച്ച്. എന്തു പറഞ്ഞു? ഓ, അവൻ ഭയങ്കര പാവാണ്, അത്രയും നല്ല സ്വഭാവമാണ്, തിരിച്ചൊന്നും പറയാത്ത പഞ്ചപാവാണ്, വായിൽ വിരലിട്ടാൽ പോലും അവൻ കടിക്കില്ല. എന്തൊക്കെയായിരുന്നു അവനെക്കുറിച്ചുള്ള നിൻ്റെ വാദം? എന്തു പറ്റിയിപ്പോൾ? ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ നിനക്കൊന്നും ഇതുവരെ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ബുദ്ധി വന്നിട്ടില്ല. എനിക്കങ്ങനെയല്ല, അത്രയേ ഉള്ളൂ. ഏട്ടത്തി ദേഷ്യപ്പെടല്ലേ, കാര്യം പറ. ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. എന്താ ഇപ്പോൾ പറ്റിയേ? ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.